നമ്മളൊരു സ്കൂളിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ലേ? അതിലിപ്പോൾ ചെറുത് വലുതെന്നൊന്നും ഇല്ലല്ലോ. പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പല സംഘടനകളും സെലിബ്രിറ്റീസിനാണെങ്കിൽ തന്നെ ഉണ്ട്. ഞാൻ ഒരു സംഘടനയിലില്ല. എനിക്ക് തോന്നുന്നു സംഘടനകളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെന്ന്. അത് സോൾവ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മളൊരാളെ ഒരു സ്ഥലത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെ ക്ഷണിച്ചിട്ട് നിങ്ങൾ അവിടെ ഒന്നും വരാൻ അത്ര ആ റേഞ്ചുള്ള ആളല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ശരിക്കും ബിലോങ് ചെയ്യുന്ന ഒരാളല്ല എന്ന് തോന്നിപ്പിക്കൂലേ? അതാണ് ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ വൃത്തിയായിട്ട പരിപാടി എന്ന് പറയും. ഞാൻ ഡഫ് ആൻഡ് ഡം ആണെന്ന് വിചാരിച്ചോ, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യില്ലേ? അല്ലാതെ നീ സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയോ ആൾക്കാർ? വെറുതെ ഞാൻ എന്തിനാ റിസ്ക് എടുത്ത് കാശ് ചെലവാക്കി കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നത്? എൻ്റെ കുറേ ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് ഡിവോഴ്സായി. അപ്പം ഞാൻ വെച്ച് വെറുതെ ചെലവിന് വേണ്ടിയിട്ട് എന്തിനു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവണം? പിന്നെ ഹെയർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു. അതൊരു പ്ലസ് തന്നെയാണ്. അതിലെനിക്ക് നന്ദിയുണ്ട്. ഈ മേക്കപ്പ് ചെയ്യുന്നത് ഒരു സെൽഫ് ലവ് ആണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകൾ മാറാൻ ട്രൈ ചെയ്യും. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു എക്സ് ബോയ് ഫ്രണ്ട് എനിക്കുള്ള ഇഷ്ടങ്ങൾ പോലെ അയാൾ ട്രൈ ചെയ്തു. നമുക്ക് ഫേക്ക് ചെയ്യുക, അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 2 വർഷമൊക്കെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ പാളിപ്പോയ റിലേഷൻഷിപ്സ് എനിക്കുണ്ട്. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ. ഹലോ എവരിവൺ, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളികൾക്ക് ഏറെ സുപരിചിത ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഈ വ്യക്തിയുടെ ഹെയർ ഭയങ്കര യുണീക്കാണ്. ആ ഒരു കേളി ഹെയർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഒരു ആക്ട്രസ് തന്നെയാണ് എന്നോടൊപ്പം മെറീന മൈക്കിൾ കുരിശിങ്കൽ. വെൽക്കം. താങ്ക് യു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ, കാരണം ചില ആക്ട്രസസിന് ഈ ഒരു യുണീക്ക് ഹെയർ ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം ഇന്ന് ആ ഒരു ലുക്കിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതെ, യുണീക്ക് ലുക്കില്. കാരണം ഇപ്പം ഈ ഒരു ഹെയറിനെ മാറ്റിയ സിനിമകളിലൊക്കെ ആണെങ്കിലും സ്ട്രൈറ്റ് ഹെയർ, ഇപ്പൊ ഫോട്ടോഷൂട്ട് എടുത്താലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കാണല് കുറവാണല്ലേ? എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു. ഇപ്പം കോവിഡിനൊക്കെ ശേഷം മലയാളം ഇൻഡസ്ട്രി കുറച്ചും കൂടി ആ ഒരു പഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു ഫ്ലോയിൽ എങ്ങനെയുണ്ട് ഇപ്പം സിനിമാ ജീവിതമൊക്കെ? സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഒരു സ്പേസ് വന്നു, ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു അല്ലേ, കുറച്ചുകൂടെ ഓപ്പൺ ആയി നമുക്ക്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണല്ലോ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻസ് കൂടുതലും വന്നത്. അപ്പോൾ നമുക്ക് വെബ് സീരീസ് വരാൻ തുടങ്ങി. പിന്നെ ഷോർട്ട് ഫിലിംസ് കുറേ പേര് ചെയ്യാൻ തുടങ്ങി. ചെയ്യുന്ന വർക്കുകൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള മീഡിയംസ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷൻസ് ഒക്കെ കൂടുതൽ അങ്ങനെയൊക്കെ ആയപ്പം നമുക്ക് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടി. അപ്പം ഇറ്റ്സ് നൈസ്. കരിയർ നോക്കുവാണെങ്കിൽ മെറീന മൈക്കിൾ 10ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു ഹാപ്പിനെസ്സിലും കൂടെയാണ്. അതെ, 10 വർഷം പോയതേ അറിഞ്ഞില്ലേ? ഇല്ലല്ലേ, പോയത് അറിഞ്ഞില്ല. പക്ഷെ 10 വർഷം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ബേസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഇപ്പം ഏതൊരാൾക്കിപ്പം ആതിര പേഴ്സണലി കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 വർഷം കഴിഞ്ഞ് ആതിര നല്ലൊരു പൊസിഷനിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലോ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നല്ലോ എന്നുള്ള ആ ഒരു അതുണ്ട്. മെറീനയുടെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണെന്ന് ഒരു 10 വർഷം പുറകോട്ടേക്ക് പോയിട്ടെങ്കിൽ വരുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? 10 വർഷം പുറകോട്ട് പോയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പോണത്. പക്ഷെ എൻ്റെ ഒരു ജേർണി എപ്പോഴും ഈ ഒരു ലെവലാണ്. എനിക്കിങ്ങനെ ഒരുപാട് മുകളിലും ഇല്ല, ഒരുപാട് താഴെ ഇല്ല, അതിങ്ങനെ ഒരു മിഡ് റേഞ്ചിൽ പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ പോണത്. അപ്പം എനിക്ക് അങ്ങനെ പോയാലും മതി, ആൻഡ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അതെന്താ മിഡ് റേഞ്ച് കീപ്പ് ചെയ്യുന്ന ഒരു കംഫർട്ട് സോൺ ആണോ? അല്ല, കംഫർട്ട് സോൺ അല്ല. എനിക്ക് അൺകംഫർട്ടബിൾ ആവാൻ ഇഷ്ടമാണ്. പക്ഷേ അത് ഒരുപാട് നമുക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റില്ല. ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്ട്രെസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യാം. അങ്ങനത്തെ രീതിയിലൊക്കെ അൺകംഫർട്ടബിൾ എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഒരു റോളിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രസമല്ലേ? അപ്പം അങ്ങനെയുള്ള റോളുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ. അല്ലാതെ ഈ പറഞ്ഞ പോലെ സമാധാനമായിട്ട് പോവാം. ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് ഈ ഒരു മിഡ് റേഞ്ചിൽ ഇങ്ങനെ സമാധാനം. അതുപോലെ പല ഇന്റർവ്യൂസിനാണെങ്കിലും അല്ലെങ്കിൽ മെറീനനെ ഇപ്പം നമ്മൾ കണ്ട് മിണ്ടുന്നു, ഇന്നിപ്പം സംസാരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മെറീന ഭയങ്കര ടോക്കറ്റീവ് ആവും. അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലൊക്കെ കാണുമ്പം കുറച്ച് ക്രൗഡഡ് ആയിട്ടിരിക്കുമ്പോഴേക്കും മെറീന ഭയങ്കര സൈലന്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഫിലിമിലാണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത്, ആ ഒരു എനർജറ്റിക് ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി ഒരു പേഴ്സണൽ മെറീനയെ കാണുന്നു. എന്താണ് ഇൻട്രോവേർട്ട് ആണ്? എന്താണ് അതിനൊരു? ഞാൻ അത് കണ്ടുപിടിച്ചൊരു വാക്ക് ആംബിവേർട്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടേം ഉണ്ട് ഇത്ര. അതായത് എൻ്റെ ജീനിൻ്റെ പ്രശ്നമായിരിക്കും. എൻ്റെ അച്ഛനൊന്നും അധികം ആരടുത്തും അങ്ങനെ സംസാരിക്കില്ല. എന്നാൽ ആ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഒരു
ദുഷ്ടനായിട്ടുള്ള ആളുമല്ല. അപ്പം അങ്ങനെ ഒരു പപ്പയുടെ മൊത്തത്തിലുള്ള ഒരു ഫിസിക്ക് ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊരു ബോൾഡ് ലുക്കൊന്നുമില്ല. എൻ്റെ അച്ഛന് ഒരു പാവം ലുക്കാണ്, അധികം സംസാരിക്കില്ല. അപ്പം പപ്പയ്ക്ക് അതൊരു പ്ലസ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മുടിയും ഇങ്ങനത്തെ ഒരു ലുക്ക് ആകുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് അത് ജാട അല്ലെങ്കിൽ ഭയങ്കര ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് ലേബിൾ ചെയ്യുക. ഞാൻ ഇപ്പം നേരത്തെ ആതിരടുത്ത് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലേ, ഒരാളിപ്പം അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വന്ന് സംസാരിക്കില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അയാളുടെ ഒരു സ്പേസിൽ കംഫർട്ടബിളായിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കും. ഹായ് ഹലോ ഹായ് ഒക്കെ പറയും ഞാൻ. അതിൽ കൂടുതലൊരു കോൺവെർസേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂസിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആൾക്കാർ വന്ന് ഞാൻ ബാക്കിൽ നിൽക്കുന്നവൻ്റെ ബാക്കിൽ പോയി നിൽക്കുന്ന ടൈപ്പ് ആളില്ല. അങ്ങനെയാണ് ഞാൻ. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് അങ്ങനെയാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ചില സ്ഥലങ്ങളിൽ പാളും. കാരണം ആൾക്കാർ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശ്രമിക്കുമല്ലോ നമ്മളുടെ ഈ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ അങ്ങനെ ലേബിൾ ചെയ്ത് അങ്ങനെ ലേബിളായി പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റാൻ ട്രൈ ചെയ്യുമല്ലോ. അങ്ങനെ എപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അത് പാളിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത്, കാരണം വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ, ആ ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായിരുന്നു. കാരണം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ബൈക്കൊക്കെ എറിഞ്ഞ് മെറീന ബൈക്കിൽ. പക്ഷെ അപ്പോഴും ഞാൻ എണീറ്റ് പോവല്ലേ ചെയ്തത്, അവിടെ നിന്ന് അടി ഉണ്ടാക്കിയില്ലല്ലോ. ഒന്നും പറയാനില്ല എന്നുള്ള ഒരു അതും അതുപോലെ തന്നെയായിരുന്നു. കാരണം എനിക്ക് വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജി നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയണം. നിങ്ങൾ ആ ഇന്റർവ്യൂ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ എണീറ്റ് അങ്ങ് പോയി. എനിക്ക് ദേഷ്യമുണ്ട്, വിഷമമുണ്ട്. കാരണം ഷൈന് വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ ഒരാൾ മാത്രം കാര്യങ്ങൾ സംസാരിക്കണം, മറ്റേ ആള് അവരുടെ മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ഇപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ ഫ്രണ്ട്സ് നമ്മളെ ഉറപ്പായിട്ട് അടി ഉണ്ടാക്കുമല്ലോ. അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെയാണ് ആവണമല്ലോ ഫ്രണ്ട്ഷിപ്പ്. കരിയർ വൈസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസോ നമ്മൾ ചില കാര്യങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നില്ല നമ്മളുടെ അഭിപ്രായങ്ങൾ. അതിപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ഡിഫറൻസസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഇപ്പം എൻ്റെ അച്ഛനും അമ്മേനെയും കൂടെ ഞാൻ എത്രയോ വർഷം ഒരുമിച്ച് താമസിച്ചായിരിക്കും. പക്ഷെ ചില ടൈമിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ പറയണത് ചിലപ്പോൾ എനിക്ക് ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ അതിനെ ആ രീതിയിലേക്ക് കാണുന്നുള്ളൂ. അപ്പം ആ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോഴും എല്ലാവരും എന്താണ് പ്രശ്നം എന്താന്നൊക്കെ കുറേ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി ഒരു പ്രശ്നമില്ല, അന്നത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തിരിച്ച് അങ്ങനെ നിന്ന് അത് പറയുന്നത് ഭയങ്കര മെനക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എണീറ്റ് പോയത്. അതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്തും ഇപ്പം മെറീന ഇടയ്ക്ക് ഒരു പോസ്റ്ററാണെങ്കിലും പറഞ്ഞു, ആരും എനിക്കൊരു സപ്പോർട്ടായിട്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ പലരും ഇതിനോട് റിയാക്ട് ചെയ്തേനെ. എനിക്കായിരുന്നുകൊണ്ട് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ഇതിനെ എങ്ങനെ മെറീന നോക്കി കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഭയങ്കരമായിട്ട് ഒരു ബാഡ് ഫീലിംഗ് എന്നെ ഒബ്വിയസ്ലി അടിച്ചു. കാരണം എനിക്ക് ആ സമയത്ത് 2-3 ആക്ട്രസസ് കോൾ ചെയ്തിരുന്നു. എൻ്റെ പോലെയുള്ള വളരെ നോർമലായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? കാരണം ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കില്ലേ? അതിലിപ്പോൾ ചെറുത് വലുതെന്നൊന്നും ഇല്ലല്ലോ. ഞാനൊരു ആസ് എ പേഴ്സൺ ഒരിക്കലും അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിനെ ഒരിക്കലും ചെറുതാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരാളെ ഒരു സ്ഥലത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെ ക്ഷണിച്ചിട്ട് നിങ്ങൾ അവിടെ ഒന്നും വരാൻ അത്ര ആ റേഞ്ചുള്ള ആളല്ല അല്ലെങ്കിൽ നിങ്ങളവിടെ ശരിക്കും ബിലോങ് ചെയ്യുന്ന ഒരാളല്ല എന്ന് തോന്നിപ്പിക്കൂലേ? അതാണ് ലൈഫിലെ ഏറ്റവും വലിയ വൃത്തിയായിട്ട പരിപാടി എന്ന് പറയും. അപ്പം എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് അങ്ങനെ തോന്നി, ലൈക്ക് ഞാനപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഡിസേർവിങ് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ഡിസേർവിങ് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പിച്ചു അവർ. അത് എൻ്റെ പ്രശ്നമായിട്ടല്ല കേട്ടോ ഞാൻ കാണുന്നത്, എന്നെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചവരോടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ 2-3 പേര് ഈ കുട്ടികളും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ സംസാരിക്കാം, ഞാനൊരു ചുമ്മാ ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറയാം, അതെങ്കിലും ആൾക്കാർ അത് എക്നോളജ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്നോളജ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇപ്പം റീസെന്റ് ആയിട്ടൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും ആസിഫ് അലിക്ക് അങ്ങനെ ഒരു ഇൻസൾട്ട് ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ ഇൻസൾട്ട് നേരിട്ടു എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പം ആ ഒരു ഇതും, അതായത് ഇതേപോലുള്ള പ്രശ്നങ്ങളാണ് മെറീന മൈക്കിൾ അടക്കമുള്ളവരും അനുഭവിക്കുന്നത്. അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അത്രയധികം ഒരു സ്റ്റാർഡം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റി മുഖവിലേക്ക് എടുക്കുകയുള്ളൂ. അതെനിക്ക് അറിയില്ല, ടു ബി വെരി ഫ്രാങ്ക് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ അതിൽ വലിപ്പ ചെറുപ്പങ്ങൾ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും.
എന്നെ സംബന്ധിച്ചിപ്പം എനിക്ക് സീനിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ ജൂനിയർ എന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ലൈക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ഏതൊരു കൊളീഗിനും എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ, ലൈക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിളിച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അതായത് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. എന്നെ ടിനിച്ചേട്ടൻ വിളിച്ചിരുന്നു, ടിനി ടോം വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ ഒരുപാട് ഇങ്ങനെ ഇതാവണ്ട, ലൈക്ക് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് എനിക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അതങ്ങനെയാണ്, നീ അത് കാര്യമാക്കണ്ട, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വിഷമമുണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ ഞാൻ ആസ് എ പേഴ്സൺ ഇതിപ്പം ഒരു എന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ഇൻഡസ്ട്രി എന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ വലിയ ഒരു എന്താ പറയുക, ഈവൺ ഓൺലൈൻ മീഡിയയിലാണെങ്കിൽ പോലും ഞാൻ അത് എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയട്ടോ, ലൈക്ക് ചില ആൾക്കാരെ ട്രോൾ ചെയ്ത ആൾക്കാരെ നശിപ്പിക്കും, ചില ആൾക്കാരെ ഈ ഷൈൻ ഇഷ്യൂ ഉണ്ടായ സമയത്ത് കുറച്ച് ഇങ്ങനെ മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഒന്നെങ്കിൽ അത് ഭയങ്കര അലമ്പായിരുന്നു എന്നോ അല്ലെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പോലും ആൾക്കാർ പറഞ്ഞില്ല. അപ്പം നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ന് തോന്നും. ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. പിന്നെ പറയാൻ പറ്റില്ല നമുക്ക്, ഞാൻ 10 വർഷം മുമ്പുള്ള പോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഒരു 2-3 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. നമ്മള് ഉർവശി ചേച്ചിയുടെ കേസ് പറയാം, എന്നെ കമ്പയർ ചെയ്ത് പറയണതല്ല, പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഒരു ചേഞ്ചിന്റെ കാര്യം പറയാം. ഒന്നും ഒരേപോലെ അല്ലല്ലോ. ഇപ്പോൾ ഉർവശി ചേച്ചിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉർവശി ചേച്ചി തന്നെ കൽപ്പന ചേച്ചിയെ പറ്റി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമായി. ആ വീഡിയോ ഞാൻ സേവ് ചെയ്തു. കാരണം മലയാളത്തിൽ ഒരിക്കലും നല്ലൊരു അവാർഡോ അല്ലെങ്കിൽ നല്ലൊരു അംഗീകാരമോ കൽപ്പന ചേച്ചിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉർവശി ചേച്ചി പറയുന്നുണ്ട്. അതുപോലെ ഉർവശി ചേച്ചി നല്ല നടിക്കുള്ള അവാർഡ് കിട്ടുന്ന വേദികളിൽ പലതിലും കൽപ്പന ചേച്ചി കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അവര് സിസ്റ്റേഴ്സാണ്. അപ്പം അത് എത്രത്തോളം അവർക്കത് വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും സിനിമകൾ ചെയ്ത ഒരാൾക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ ഇപ്പം മരീനയുടെ ഒന്നുകൂടെ കരിയർ നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ, അതായത് റോൾസ് വരുന്നതാണെങ്കിലും ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് മെറീന. ഓഫ് കോഴ്സ് അതെ, ഇപ്പൊ എല്ലാ സിനിമകളും ഒരു നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടി എന്ന നിലയ്ക്ക് തൻ്റെ എഫേർട്ടോ അല്ലെങ്കിൽ അതിനുള്ള റോളുകൾ കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണെങ്കിലും സിനിമകൾ കിട്ടുന്നുണ്ടല്ലോ, അതിന് ഒരു പാർട്ട് വേറെ ഹീറോയിൻസ് വരുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ടൊരു ത്രൂ ഔട്ട് ഒരു മൂവി നല്ലൊരു ഇതിൽ ചെയ്യണം എന്ന് മെറീനയ്ക്ക് അങ്ങനെ സ്ക്രിപ്റ്റുകൾ വരാറില്ല, അല്ലെങ്കിൽ മെറീന അപ്രോച്ച് ചെയ്യാറില്ലേ? 2-3 കാര്യങ്ങളുണ്ട്. ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറയാനും മലയാളത്തിൽ എന്താ നമ്മൾ പറയുന്നത്, നിലനിൽപ്പിന്റെ അതാണ്. അത് വേറൊരു കാര്യം. അത് ഞാൻ പറയാം. പക്ഷെ ഈ ഭയങ്കര ഇംഗ്ലീഷ് ചൊവ്വയുള്ള പരിപാടി ഞാൻ പിടിക്കണം എന്തുകൊണ്ടെന്നറിയാം. ഞാൻ പഠിച്ചത് പ്രൊവിഡൻസിലാണ്. പ്രൊവിഡൻസ് സ്കൂളിൽ ഞാൻ 10 വർഷം പഠിച്ചത്. നമ്മൾ മലയാളത്തിൽ സംസാരിക്കണം 5 രൂപ ഫൈൻ കൊടുക്കണം. സാധാരണ ഒരു കുടുംബത്തിലുള്ള ആളാണ് ഞാൻ. പക്ഷെ നമുക്ക് നമ്മുടെ റൂട്ടീനിലേക്ക് ഒരു 10 വർഷം ഈ സാധനം ആവുന്ന സമയത്ത് ചില ടേംസ് നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പൊ ഈ എന്താണ് നിലനിൽപ്പിന്റെ പ്രശ്നം. അതെ, ഈ നിലനിൽപ്പിന്റെ പ്രശ്നം ഉണ്ട് നമുക്ക്. പിന്നെ ഈ സുഹൃത്തുക്കൾ വഴി ഇപ്പം ആതിരനെ ഞാൻ പരിചയപ്പെട്ടു. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ നമ്പർ കൈമാറും. കുറച്ച് കഴിയുമ്പോൾ ആതിരയ്ക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് വരുമ്പോൾ കേളി ഹെയർ ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിരുടെ മനസ്സിൽ ഞാൻ വരും, എന്നെ വിളിക്കും, ഇതിങ്ങനെയാണോ ചോദിക്കും, കേൾക്കും, ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇനി അങ്ങോട്ട് പോയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഈ പ്രശ്നമുണ്ട്. ഇയാള് സമാധാനമായിട്ട് ഇരിക്കുകയായിരിക്കില്ലേ, ഞാനിപ്പോൾ പോയി ചോദിച്ചാൽ പിന്നെ എങ്ങനെയാ അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണത്? അതൊരു വർക്കാണ്, അതൊരു ആർട്ടാണ്, ഒരു കഴിവാണ്. അതെനിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു നല്ല പൊസിഷൻ, ഇപ്പോൾ വിനീത് ശ്രീനിവാസനെ കണ്ടു. പുള്ളി ഒരു പതുങ്ങി സംസാരിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം സമാധാനമുള്ള ഒരാളാണ്. ഞാൻ എബിയിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ ഒരു 4 വരിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രേ സംസാരിച്ചിട്ടുള്ളൂ. സുഖാണോ, കഴിച്ചോ, ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊരു കോൺവെർസേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ്ലി എപ്പോഴെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ ഞാൻ അയാളുടെ നമ്പർ എടുത്ത് ഡെയിലി രാവിലെ ചേട്ടാ ഗുഡ് മോർണിംഗ്, ചേട്ടാ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നോട് എല്ലാരും പറയണത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തെങ്കിൽ ഇൻഡസ്ട്രിയിലെ റോള് കിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണല്ലേ. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. പക്ഷെ ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് നടക്കേണ്ട കാര്യമല്ലേ. ഇതൊക്കെ
വളരെ നാച്ചുറൽ ആയിട്ട് നടക്കേണ്ട കാര്യമല്ലേ. ഇപ്പൊ അതിനെ ഞാൻ ഇവിടുന്ന് കണ്ടു, ഇതിനു മുമ്പ് നമ്മൾ ഒരു ഇവന്റിന് കണ്ടിട്ടുണ്ടെന്ന് അതിന് പറയണു, ഇനി നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുപ്പുണ്ടാവും. അതെ. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താടാ അങ്ങനെടാ ഇങ്ങനെടാ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ ഇത് വരികയാണ്, ഒരു ഞാനൊരു ഡ്രസ്സ് ഇട്ടു അല്ലെങ്കിൽ അതൊരു ഡ്രസ്സ് ഇട്ടു, എനിക്ക് ഇഷ്ടമായി, ഇത് എവിടുന്ന വാങ്ങിച്ചതെന്ന് ചോദിച്ചു, കോൺവെർസേഷൻ ബിൽഡായി. കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഇവരുടെ ഒന്നും സർക്കിളിലുള്ള ആരുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ പരിചയങ്ങളും കാര്യങ്ങളും ഇല്ല. അപ്പൊ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വരുന്ന അല്ലെങ്കിൽ അവർ ത്രൂ വരുന്ന കാര്യങ്ങൾ വർക്കുകളാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കംഫർട്ടബിൾ ആണോ എന്ന് വെച്ചാൽ ഹൈലി കംഫർട്ടബിൾ ആണ്. അൺകംഫർട്ടബിൾ വർക്ക്സ് എടുക്കാൻ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്ക് അങ്ങനത്തെ വർക്ക്സ് വരുന്നത് വളരെ കുറവാണ്. ദേഷ്യം വന്നാൽ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെ? നമ്മളിപ്പോ വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞ ഇന്റർവ്യൂല് ദേഷ്യം വന്നു, പക്ഷേ ഭയങ്കര ഒരു പാവമായിട്ട് തന്നെ എണീറ്റ് എനിക്ക് വയ്യാന്നുള്ള രീതിയിലാണ് പോയത്. പെട്ടെന്നൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ മ്യൂട്ടാവും. ഞാൻ ഒരക്ഷരം പിന്നെ മിണ്ടില്ല പറഞ്ഞാൽ മിണ്ടൂല, അത്രേ ഉള്ളൂ. മേ ബി ചിലപ്പോൾ ഒരു ആഴ്ച 2 ആഴ്ച 3 ആഴ്ച 1 വർഷമൊക്കെ മിണ്ടാണ്ടിരിക്കും. പക്ഷെ അവർക്ക് അതായത് പൊതുവെ എല്ലാരും പറയാ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു തീർക്കണം എന്ന്. പക്ഷെ ഞാൻ കുറച്ച് സാഡിസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലായിരിക്കും തനിക്ക് കൂടുതൽ പ്രശ്നം, എന്തെങ്കിലും പറയാനായിരിക്കും. പിന്നെ അതിലും പ്രശ്നം തനിക്ക് പറയാനുള്ളതും ഞാൻ ചാൻസ് തരില്ല, കേൾക്കത്തുമില്ല. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യത്തിൽ പറയാനുണ്ടാവുമല്ലോ, അടി ഉണ്ടായാലാണല്ലോ അത് റിയാക്ട് ചെയ്യാൻ പറ്റുക. ഞാൻ മിണ്ടാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പൊ ഞാൻ മിണ്ടാണ്ടാവുക ചെയ്യുക. അടുത്തത് മലയാളം സിനിമയിൽ ഇപ്പം ഒരുപാട് സിനിമകളുണ്ട് പണ്ടത്തെ തൊട്ടുള്ള. ഫേവറേറ്റ് സിനിമ അല്ലെങ്കിൽ ആ ഫേവറേറ്റ് സിനിമയിൽ ഒരു ഡയലോഗ് വിത്ത് ആക്ടിങ്? എനിക്ക് ഇഷ്ടമുള്ള സിനിമ ഉത്സവ പിറ്റേന്നാ. അത് കണ്ടുണ്ടോ? അതൊരു വളരെ നെഗ് പടാണ്. കണ്ടുണ്ടോ? ആരെങ്കിലും ലാലേട്ടന്റെ ഒരു പടം അത്. അപ്പം അതിൽ ഡയലോഗൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അല്ലാതെ ഏതെങ്കിലും ഒരു മൂവി ഡയലോഗ് അല്ല മൂവി ഡയലോഗ്സ് ഇഷ്ടമുള്ളത്? അത് ചോട്ടാ മുംബൈയിൽ വരുന്നേ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു അബോധാവസ്ഥയിൽ പോവാ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഇനി അഭിനയിക്കണമെന്ന് മെറീനക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു റോള്, ഇത് ചെയ്താൽ കൊള്ളാം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള? എനിക്ക് ഭയങ്കര നമ്മളെ അടുത്ത വീട്ടിൽ കാണുന്ന ആൾക്കാർ, അങ്ങനെ ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ബോൾഡ് ചെയ്ത് എല്ലാരും കയറി അടിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് എനിക്ക് മതിയായി. അപ്പൊ ഇനി കുറച്ചൊരു ഒരു സാധാ ഒരു നാടൻ പെൺകുട്ടിയായിട്ട്. അടുത്തായിട്ട് റീസെന്റ് ആയിട്ട് കണ്ടതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു മൂവി? ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ. ഓക്കെ. ക്രഷ് തോന്നിയ സെലിബ്രിറ്റി? രക്ഷിത് ഷെട്ടി. ഓക്കെ ഓക്കെ, രക്ഷിത് ഷെട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മലയാളത്തിൽ ആരാണ് ക്രഷ് തോന്നിയത്? DQ ആണ് ഉദ്ദേശിച്ചത്. DQനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കാരണം എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇഷ്ടമാണെന്ന്. അഭിനയം അല്ലാതെ ഏറ്റവും ക്രൈസ് ഉള്ള ഒരു ഫീൽഡ്? സിംഗിങ്, സിംഗിങ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് എംബ്രോയിഡറി ചെയ്യുന്നത്. എംബ്രോയിഡറി ചെയ്യാറുണ്ടോ? ഫ്രീ ടൈം ഒക്കെ കിട്ടും? ഭയങ്കര മെഡിറ്റേഷൻ ആണ്. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വർഷം? ഇതും ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണേ. ഞാൻ കല്യാണം കഴിക്കാനേ ഉദ്ദേശിക്കണില്ലേ? ഇല്ല. എന്റെ കുറെ ഫ്രണ്ട്സ് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി. അപ്പൊ ഞാൻ വെറുതെ ചെലവിന് വേണ്ടിട്ട് എന്തിനു കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആവണം? ശരിക്കും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കണില്ല? ആക്ച്വലി ഇപ്പൊ ഇല്ല. കുറെ പേര് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയി. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അവർക്ക്. അപ്പൊ ഞാൻ വെറുതെ ഞാൻ എന്തിനാ റിസ്ക് എടുത്ത് കാശ് ചെലവാക്കി കല്യാണം കഴിച്ച് ബുദ്ധിമുട്ടുന്നത്? എനിക്ക് കല്യാണം വേണ്ടെന്നൊക്കെ. സങ്കടം വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓടിച്ചെന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ആരോടായിരിക്കും? അമൃത, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. മിക്കപ്പോഴും അവളുടെ അടുത്താണ് പറയാ. എനിക്കൊന്ന് കൂടുതൽ സങ്കടങ്ങളും ഒരു ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ പറയുന്ന ഇത് വളരെ കുറവാണ്. പിന്നെ എൻ്റെ ഒരു പെരുമാറ്റം കാണുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ മനസ്സിലാവും. പിന്നെ ഞാൻ വിഷമം വരുമ്പം കുറച്ച് ആൾക്കാർ അറിയാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ബോൾഡായിട്ട് നിൽക്കും. അപ്പം അവര് എന്താന്ന് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെയാവും. അപ്പം മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് സംസാരിക്കാണ്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ബെറ്റർ ആവും. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഫുഡ് ഓർമ്മയുണ്ടോ? മാഗി ഭയങ്കര ആദ്യമായിട്ടല്ല, കുറെ കാലങ്ങളായിട്ട് ഭയങ്കര വലിയ കുക്കിംഗ് ആയി പോയി. ശരിക്കും നമുക്ക് എന്താ വെച്ചാ മാഗി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മാഗി ഒരു ആർട്ടാണ്. സാധാരണ മാഗി ഉണ്ടാക്കണത് ഇപ്പം മെറീന മൈക്കിൾ പറയുന്നതാണ്. മാഗി ഞങ്ങള് എന്റെ ഫ്രണ്ട്സ് ഞാനൊക്കെ ഉണ്ടാക്കണ വെച്ചാൽ ബട്ടർ അല്ലേ, ബട്ടർ വാങ്ങിക്കും, എന്നിട്ട് അത് മെൽറ്റ് ചെയ്യും, എന്നിട്ട് വെള്ളം ഒഴിക്കും. അതിനു മുമ്പ് തക്കാളി ഇല്ലേ, തക്കാളിയും ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് ഫുള്ള് നല്ലോണം സോട്ട് ചെയ്യും, ഇച്ചിരി ഉപ്പിട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മാഗി ഇടും. ഇതാണ്. എന്നിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ കുറച്ച് മറ്റേ ഒരു സൂപ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ തിക്ക് ഇതാവല്ലേ, നന്നായിട്ട് വേവിക്കും. വിശക്കുണ്ടോ?
എന്നിട്ട് ഇങ്ങനെ ആ ബട്ടറിന്റെ മണൊക്കെ ഇങ്ങനെ വരില്ലേ, അപ്പം അതിലേക്ക് ഇച്ചിരി സോസ് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഈ ചൂടോടെ അങ്ങനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. ചിലപ്പോ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കട്ടോ, അത് ഞങ്ങളുടെ മൂഡ് പോലെ ഇരിക്കും. മാഗിയാണ് ആദ്യമായിട്ട് കുക്ക് ചെയ്തതും. മാഗി ആദ്യമായിട്ടല്ല, ഞാൻ ആദ്യ കാലങ്ങളിൽ കൊച്ചിയിൽ വരുമ്പോ എന്നും മാഗിയായിരുന്നു. അവസാനം പട്ടിണി കോലമായി, പട്ടിണിയായ സമയത്ത് അമ്മ പറഞ്ഞു ആ മോളെ ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പഠിച്ചതോ മാഗി അല്ലാണ്ട്? പിന്നെ ഞാൻ ഇങ്ങനെ കഞ്ഞി, എല്ലാം ഉണ്ടാകും, പുട്ട്, പയറ് കറി, അങ്ങനത്തെ സേഫ് സാധനങ്ങളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ചിക്കനാണ് ഏറ്റവും ഈസി ചെയ്ത്. പിന്നെ ഫിഷ് ഉണ്ടാക്കാൻ അറിയില്ല, ചിക്കൻ ഉണ്ടാക്കാൻ പഠിച്ചു. ചിക്കൻ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും കറക്റ്റ് ആവുമെന്നല്ല, ചിക്കൻ ഒരു ബേസിക് ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചെമ്മീനല്ലേ, ചെമ്മീൻ നമ്മളെ ഒരു എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു എന്ത് കോമ്പിനേഷൻ ഇട്ടാലും ചെമ്മീനൊരു രുചി ഉള്ളതുകൊണ്ട് അധികം പാടില്ല, ഉപ്പ് കൂടുതൽ ഇടാതെ ഇരുന്നാ മതി. കുക്കിംഗ് ഷോ പോലെ. അതെ അതെ, എനിക്ക് വിശക്കാനും തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ മാറ്റാവുന്ന ഇൻവിസിബിൾ, അതായത് മറീനനെ ഒരു ദിവസം ഇൻവിസിബിൾ ആക്കി കഴിഞ്ഞാൽ മറീന ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. എനിക്ക് ദേഷ്യമുള്ള എല്ലാരും ഒറ്റ അടി കൊടുക്കും. അങ്ങനെ ഇപ്പൊ ആരെങ്കിലും അടിക്കാൻ തോന്നുന്നു? ഇല്ല, അത് ഞാൻ പറയില്ല. കുറെ പേരുണ്ട്, ഒരു നിരയുണ്ട്, നീയൊക്കെ അത് ഇൻഡസ്ട്രി നേരിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ടും ഒത്തിരി പേരുണ്ട് കേട്ടോ, ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇൻവിസിബിൾ എങ്ങാനും ഒരു ദിവസം ആയാൽ നോക്കിക്കോ. സാധാരണ എല്ലാരും എന്താ പറയാ, എവിടെയെങ്കിലൊക്കെ പോണം, ആരെങ്കിലൊക്കെ കാണണം, അങ്ങനെയൊക്കെയല്ലേ. എനിക്കതൊന്നും പണ്ട് ഒരാളെ പോയി അടിച്ചൊരു കഥയുണ്ടല്ലോ. കഥയില്ല, അതൊന്നുമില്ല. അത് വീടിന്റെ അടുത്തുള്ള ഏതൊരു പയ്യൻ എന്തോ പറഞ്ഞു ഒന്ന് കൊടുത്തൊരു ചരിത്രമുണ്ട്. അതൊക്കെ ഈ ബോധമില്ലാത്ത കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അല്ല, ബോധമില്ലാത്ത കാലത്ത് തന്നെ അങ്ങനെ അടിച്ചൊരു ചരിത്രം ഉണ്ടെന്ന്. അത് നമുക്ക് അന്ന് നമുക്ക് പേടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ലൈക്ക് അപ്പോഴൊക്കെ ഈ പെൺകുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്ന ടൈമാ. ലൈക്ക് എന്താ പറയാ, ലോ സ്ട്രോങ് ആവുന്നു, നീ പോയി അടിക്കുന്നൊക്കെ പറഞ്ഞ കുറെ ചേട്ടന്മാര് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാര്. അപ്പൊ ആ ഒരു തിരിച്ചു കിട്ടിയ അപ്പൊ ബോധം പോവും, അതൊന്നും അപ്പൊ ആലോചിക്കില്ലല്ലോ. അഭിനയിച്ച സിനിമകളിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ? എബിയിലെ ക്യാരക്ടർ. അടുത്തത് ഫേവറേറ്റ് സോങ്? സോങ് അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പാട്ട് ഇഷ്ടമായിട്ട് കുറെ പാട്ടുകൾ ഇഷ്ടം. ഏതിനും പെട്ടെന്ന് ഓർമ്മ വരുന്നേ ആ ഒരു പാട്ട് രണ്ടുപേരും പാടിക്കും. അപ്പൊ പാടാൻ പറ്റുന്ന പാട്ട് ഫേവറേറ്റ് ആക്കിയിട്ട് അതാണ് ഇഷ്ടംപോലെ. അപ്പൊ പാടാൻ പറ്റുന്ന ഒരു സോങ് ഫേവറേറ്റ് ആക്കി. ഞാൻ എപ്പോഴും വസീകരയാണ് പാടുന്നത്, സ്ഥിരമായ വേദികളിൽ കേട്ട് മടുത്തത്. ഓക്കെ, എന്തെന്നും വന്നില്ല ആ സോങ് ഒക്കെ. ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട് പാടിക്കാം. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ, മണിവളത്തിളങ്ങണ കയ്യാലി വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ്, മുഴുതിങ്കളുദിക്കണ മുകിലോരം മുരശൊലുഴക്കണതാരാണ്. പിന്നെ ആ പാട്ട് ഇഷ്ടം. ഇതിപ്പോ കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, മെറീനയുടെ ഒരു ആക്ട്രസ് എന്ന നിലയ്ക്കൊക്കെ നമ്മൾ കണ്ടു. ഓഫ് കോഴ്സ് കുറെ പാട്ടുകൾ പാടിയും കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ ഇരിക്കുമ്പോഴാണെങ്കിലും പാടിയിട്ടുണ്ട്, അല്ലാതെ ഇവന്റ്സിലൊക്കെ പാടി കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് മെറീന എന്നൊരു സിംഗർ അല്ലെങ്കിൽ ബാൻഡൊക്കെ തുടങ്ങണം, എപ്പോൾ തുടങ്ങും അതാണ് ചോദിക്കാനുള്ളത്. സിംഗർ എന്നൊരു ലേബൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡിഫറെൻറ്റ് ഫീൽഡ്. ലൈക്ക് ഇപ്പോൾ സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ കരിയർ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പം ഞാനൊരു ആസ് എ സിംഗർ ലോഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സീറോ എന്നാണല്ലോ തുടങ്ങുന്നത്. കാരണം ഒത്തിരി കോമ്പറ്റീറ്റേഴ്സ്, ഒത്തിരി നന്നായി പാടുന്ന ആളുകളൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മ്യൂസിക് ഇൻഡസ്ട്രി അല്ലേ. അപ്പം അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ ഇവന്റിനൊക്കെ കയറി പാടാം. ഇപ്പൊ ഇന്റർവ്യൂവിന് നിങ്ങൾ സഹിക്കുന്ന പോലെ പല ആൾക്കാരും സഹിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ബാൻഡിന്റെ കാര്യം വരുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ടീമായിരിക്കണം. ഇപ്പം നമ്മൾ ഒരാള് മാത്രം അതിൽ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. എല്ലാവർക്കും ആ താല്പര്യവും ആ ഒരു പാഷനും ഒക്കെ വേണം. അപ്പം ഞാൻ എൻ്റെ കപ്പിൾ ഓഫ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു രീതിയിൽ അത് ലോഞ്ച് ചെയ്യാൻ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചില ഇതിൽ പറഞ്ഞു ഇൻഷാല്ലാ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഒരു 2 years 3 years ഓൺ ദ ലൈൻ ചിലപ്പോൾ
ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ചിലപ്പോ ഞാൻ നാളെ തട്ടിപ്പോയാ ഈ 3 വർഷം 4 വർഷം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നാളെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ 3 വർഷത്തേക്കാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും